നമസ്കാരം. അവയവദാനത്തിന്റെ പുതുചരിത്രം കുറിച്ച് 10 മാസം പ്രായമുള്ള ആലിൻ ഷേറിന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോട്ടയത്തുണ്ടായ വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച് 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം 4 പേർക്കാണ് പുതുജീവൻ നൽകിയത്. മല്ലപ്പള്ളി വാലുമണ്ണിൽ അരുണിന്റെയും ഷെറിന്റെയും ഏകമക്കളായ ആലിൻ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ്. ആലിന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി മാതാപിതാക്കളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ്, CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അടക്കമുള്ളവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. 3.25 മണിക്കൂറുകൊണ്ടാണ് അവയവങ്ങൾ റോഡ് വഴി കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത്. പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വേർപാടിന്റെ തീരാവേദനയ്ക്കിടയിലും അവളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനായി മുന്നോട്ട് വന്ന ആലിന്റെ മാതാപിതാക്കളുടെ തീരുമാനം മഹത്വരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവയവദാന രംഗത്ത് കേരള സമൂഹത്തിന് മുന്നിൽ വലിയൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ആലിൻ ഷെറിന്റെ മാതാപിതാക്കളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുഞ്ഞിന്റെ കരൾ, 2 വൃക്ക, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. ഇതുവഴി 4 പേർക്കാണ് പുതുജീവൻ ലഭിച്ചത്. ആലിനെ കേരളം ഒരിക്കലും മറക്കില്ലെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപനവും നടത്തിയാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. കോഴിക്കോട് പുതുതായി ആരംഭിക്കുന്ന പ്രത്യേക അവയവദാന മെഡിക്കൽ കേന്ദ്രത്തിന് ആലിന്റെ പേര് നൽകാനാണ് തീരുമാനം. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.